ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഞാനും ഹസ്ബൻഡും രാവിലെ ഇറങ്ങിയിരിക്കുവാണ്. രാവിലെ ബേബീസിനെ കൊണ്ടേ വിട്ടു സ്കൂളിൽ. അപ്പോൾ ഇനിയിപ്പോൾ പോയി പിക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു മീറ്റിങ്ങിന് പോവുകയാണ്. ഹായ് ലല്ലു, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, നമ്മൾ ഇത്രയും പേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡിനെ നമ്മുടെ ക്രൗൺ പ്ലാസയിൽ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് മീറ്റിങ്ങിന്. ഹസ്ബൻഡ് മീറ്റിങ്ങിന് പോവുകയാണ്. ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് ബേബീസിനെ പിക്ക് ചെയ്യാൻ. അതിനുശേഷമുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഔട്ടിങ് മീൻസ് ചിലപ്പോൾ 2 ദിവസം വ്ളോഗായിരിക്കാം. ഓക്കെ ഓക്കെ ലല്ലു, ബൈ ബൈ. ഓക്കെ ലല്ലു, ബൈ ബൈ. ഓക്കെ, നമസ്കാർ. लल्लू ओके बाय, देखिएगा, बाय. അപ്പം നമ്മൾ ലല്ലുഷ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യട്ടെ. നമ്മൾ വീട്ടിൽ ബേബീസിനെ പിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ വീട്ടിൽ പോയി ബേബീസ് അവർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ബേബീസിനെ കിടത്തിയിട്ട് ലല്ലുഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരണം. എന്തായാലും ഒരു വണ്ടി സർവീസിന് കൊടുത്തിരിക്കുന്ന കാരണമാണ്, റേഞ്ച് റോവർ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പുറകെ വരുന്നു. അയ്യോ, ഇതിൻ്റെ എല്ലാം ഒരു പെണ്ണ് വണ്ടി ഓടിച്ചിട്ട് പെണ്ണ് റിവേഴ്സ് ഇട്ടിരിക്കുക. അത് അയ്യോ, ഇപ്പൊ ഇടി കിട്ടിയാണ്. കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ജൂഡിയോയുടെ മേളിലുള്ള ഒരു പ്ലേ ഏരിയ ആണ്. പക്ഷെ നല്ലതായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ താഴെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നപ്പോൾ കുട്ടികളാണ് കാണിച്ചത് മേളിൽ ഇതുണ്ടെന്ന്. സോ കുറച്ചു നേരം അവർ കളിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ സോണിൻ്റെ അടുത്തുനിന്നാണ്. കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സോണിൻ്റെ തൊട്ടടുത്താണ് ഈ ട്രെൻഡ്സ് ഉള്ളത്. നോക്കാം. ഹായ്, ടീഷർട്ട് കാര്യങ്ങളെല്ലാം, ഇതെല്ലാം മെൻസാണ്. ഹായ്, അപ്പം നമ്മൾ ബേബീസിനെ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട മുകളിൽ ഒരു കിഡ്സിൻ്റെ ഒരു ഗെയിം കളിക്കുന്ന സ്ഥലം. അത് ആൻ്റണി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി ജസ്റ്റ് ഇവരെ ആക്കി അവരവിടെ കിടന്ന് കളിച്ച സമയത്ത് ഞാൻ ഇട്ട ടോപ്പ് ഒന്ന് മാറ്റി പുതിയൊരു ടോപ്പ് എടുത്തു. നല്ല ടോപ്പാണിത്, വലിയ എമൗണ്ട് ഒന്നുമില്ല, നല്ല ടോപ്പാണ്, കംഫർട്ടബിളാണ്. ഓക്കെ, അപ്പോൾ ജോജി ആൻ്റി തളർന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 1 അവർ കളിച്ച് അവർ തളർന്നു. സമയം ഇപ്പം എത്രയായി? 2 മണിയായി. അപ്പം ഒന്നും കഴിച്ചിട്ടില്ല. ഇനി വീട്ടിൽ ചെന്ന് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് ചോറ് കൊടുക്കണം. അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത് ഇച്ചിരി തൈര് ചോറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ 2 പേർക്ക് ഇച്ചിരി തൈര് ചോറ് കൊടുത്ത് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരും, ഉറങ്ങണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ. നല്ല തനിച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ നിർബന്ധിച്ച് വിളിച്ചാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. ഹായ് ലല്ലു.
ഹായ്. ഹായ്. ഒന്നും കഴിച്ചില്ലേ? പുറത്ത് വന്ന് വീട്ടിൽ പോയി കഴിക്കാം. ഞാനിപ്പോൾ നല്ല അടിപൊളി ചോറ്, സാമ്പാർ, ഫിഷ് ഫ്രൈ, ഉണക്കമീൻ കറി, ചമ്മന്തി എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഒന്ന് കഴിക്കാനുള്ള. അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് തന്നെ ഇവിടെ വയറ് ഫുള്ള് കുഞ്ഞി സാധനം കഴിച്ചു. ഓക്കെ, മണി 2:30 പോവാം വീട്ടിലേക്ക്. ഓക്കെ, ഹലോ. അങ്ങനെ ലല്ലുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ലല്ലുവിൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ നടന്ന സ്ഥലം, അങ്ങനെ എല്ലാമായിട്ട് ക്രൗൺ പ്ലാസ ഭയങ്കര ബന്ധമാണ് ലല്ലു അല്ലേ? അപ്പോൾ ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഒരു വീട് പോലെയാണ്. വീട് കഴിഞ്ഞാൽ പിന്നെ ക്രൗൺ പ്ലാസ. പക്ഷേ ചില സമയത്ത് ഞാൻ ക്രൗൺ പ്ലാസ മടുത്തിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. എന്നുവെച്ചാൽ അവിടെ ഈ സൈഡിൽ എപ്പോഴും ഒരു സീറ്റുണ്ട്, അവിടെ പോയി ഇരിക്കത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ക്രൗൺ പ്ലാസിലേക്ക് ഇല്ലെന്ന് പറയും. പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് വന്നാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അതെ. സോ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾക്ക് ശേഷം ഞാൻ വരുന്നത്. കുറച്ച് നാളല്ല, എനിക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ബാർ. നോക്കി, ബാർ ഇപ്പൊ ഈ സ്റ്റാഫ് എല്ലാവരും പുതിയതാണ്. നമ്മുടെ പഴയ 2-3 പിള്ളേരുണ്ടായിരുന്നു. നിങ്ങൾ ഒത്തിരി വർഷമായോ? പുതിയ ആൾക്കാരല്ലേ നിങ്ങൾ? പുതിയ ആൾക്കാരല്ലേ? 1 year ആയി വരുന്നേ. ഓക്കെ, എനിവേ, അപ്പോൾ ഇവിടുത്തെ കേക്ക്, ഇവിടുത്തെ റൂം ഇങ്ങനെ രസമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഓക്കെ, നല്ല ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ബൈ. നല്ല പിള്ളേരാട്ടോ. ഞാനൊരു കോഫി പറഞ്ഞു, ഒരു ഐസ് കോഫി. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആരല്ലോ? ഓക്കെ, ഹായ്. എന്താ ലല്ലു റെസ്റ്റ് റൂമിൽ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു പയ്യനുണ്ടായിരുന്നു. ഇതൊരു ആർട്ട് ഗാലറിയാണ്. അവരൊക്കെ മാറി തോന്നുന്നു. പയ്യനൊക്കെ എവിടെ പോയിന്ന് അറിയത്തില്ല. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ടുഡേ മോർണിംഗ് രണ്ടുപേരും ഡ്രസ്സ് കാണിച്ചു നോക്കി. കണ്ട, ഇതെന്താ? ഹാപ്പി ദിവാലി ഡ്രസ്. തോടെ ഊപ്പർ ഡ്രസ് നോക്കി. ഹാപ്പി ദിവാലി ഡ്രസ് കണ്ട രണ്ടുപേർക്കും. യെല്ലോ പാന്റ്. വാവ് ജാജി, യു ലുക്കിംഗ് സോ ഹാൻസം. തസി, താങ്ക് യു മമ്മ. വേണ്ട. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അന്നി സേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഡ്രസ്സൊക്കെ വലിച്ചിടും. മീനു മാം നോക്കുമ്പോ പറയും, ഓ ഈ ബേബീസ് കൊള്ളാണല്ലോ. ഇംജാന മാം പറഞ്ഞു. ഇംജാന മാം, മീനു മാം, അങ്ങനെയല്ല, മീനു മാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവരുടെ സ്കൂളിൽ ദിവാലി സെലിബ്രേഷനാണ്. അപ്പോൾ ബേബീസിനെ കൊണ്ടുപോയി നമ്മൾ വിട്ടിട്ട് നമ്മൾ എൻ്റെ ഫ്ലാറ്റിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് വേണം നമുക്ക് വരാനായിട്ട്. ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ്. ഓക്കെ, വേറെ വിശേഷങ്ങൾ എന്ത് പറയാന്ന് വെച്ചാൽ, സോ ദിവാലി സെലിബ്രേഷൻ ഞാനും ഇന്ന് തന്നെയാണ് ആഘോഷിക്കുന്നത് ദിവാലി. അപ്പോൾ ഇന്ന് വൈകിട്ട് കുറച്ച് ക്രാക്കേഴ്സൊക്കെ വാങ്ങിച്ച് നമ്മളത് ബേബീസായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഹാപ്പി ദിവാലി പറഞ്ഞേ. ഹാപ്പി ദിവാലി.
അന്നിക്കുട്ടി ഇവിടെ നോക്കി പറഞ്ഞ ചോക്ലേറ്റ്. ഹാപ്പി ദിവാലി പറഞ്ഞേ. ഹാപ്പി ദിവാലി പറഞ്ഞേ. കണ്ട ചോക്ലേറ്റ് കിട്ടുന്ന ഹാപ്പി ദിവാലി പറയാൻ ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ബൈ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ വിൽ ഗോ ടു സ്കൂൾ. ഇന്ന് എന്തൊക്കെയാ മമ്മ സ്കൂളിൽ തന്നു വിടുന്നത്? ബേബീസിന് ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് ദീപാവലി സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. ഓക്കെ ഓ മൈ ഗോഡ്, നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഗോയിങ് ബാക്ക്. സോ ഹോട്ട്. സ്കൂൾ വന്നല്ലോ. ഹായ് പറഞ്ഞി മക്കളെ. ആണോ സ്കൂളിൽ ഇറങ്ങി പഠിക്കാൻ പോവാണോ? ഇന്ന് ഹാപ്പി ദിവാലി പറയണേ. മാമിനെ കണ്ട ഹാപ്പി ദിവാലി പറയണോ കേട്ടോ. മാം ഹാപ്പി ദിവാലി മാം. എന്ത് പറ്റി വാവേ? നല്ല ഡ്രസ്സാണല്ലോ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. Good morning, good morning. इसका नाम है मिनी है. मिनी किसका? Oh yes. Happy Diwali, ma'am. Wow, super. All babies are looking so beautiful. ഇതാരിത്? എല്ലാരും നല്ല ക്യൂട്ടായിരിക്കും ഇത് കാണാൻ. സോ നൈസ്. റതിക പക്കടോ, റതിക പക്കടോ ഫോണേ. ഹായ് ഹാപ്പി ദിവാലി. നല്ല ഡ്രസ്സാണല്ലോ എല്ലാവരുടെയും. So beautiful. We liked everybody's dress. Wow, so beautiful. Beautiful. ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി. അപ്പം നമ്മൾ കുറച്ച് ക്രാക്കേഴ്സും ഇതൊക്കെ വാങ്ങിച്ചു വന്ന് പൂക്കരവ കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിള്ളേർ ആദ്യമായിട്ട് കാണുവാണത്. അപ്പം നമുക്ക് അത് ക്രാക്കേഴ്സൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാം. ഞാൻ ചെറുതായിട്ട് വിളക്കുകൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ചേച്ചി കമാൻ നമ്മൾ കാണിച്ചു തരാം. കണ്ട കണ്ട ചലോ ചലോ ഇത് കണ്ട ആക്കാവാ വേണ്ട അത് വേണ്ട ഓയിൽ അത് ചെയ്യരുത്. ഓഫ് ചെയ്യരുത്. അത് കണ്ട ഓഫ് കരുത് അന്നി. അത് ചെയ്യരുത്, ഓഫ് ചെയ്യരുത് കേട്ടോ അമ്മ. അത് നോക്കിക്കേ, അവിടെ നോക്കി, അവിടെ വെച്ചിരിക്കുന്ന നോക്കിക്കും അമ്മ. ഊതല്ലേ ബാബേ? ഊതാൻ പാടില്ല, ഊതാൻ പാടില്ല, ലൈറ്റ് ഊതാൻ പാടില്ല. ചോദിച്ചി അന്നി. അപ്പൊ നമ്മള് പൂക്കരമൊക്കെ കത്തിക്കാൻ പോവാണ്.
കണ്ട ഇതരം അണി അണി ഇതരം